ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് മാർച്ച് മാസം 16-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്ത സിനിമയും ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമയാണെന്ന് നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളൂ. പലരും കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയായിരുന്നു. തെലുങ്കിൽ റിലീസ് ചെയ്ത ഹനുമാൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു സിനിമ ജിയോ സിനിമ വഴി ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഫാന്റസി, ആക്ഷൻ, കോമഡി, സയൻസ് ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ. അപ്പം ഹിന്ദി ഭാഷയിൽ മാത്രമേ ഈ ഒരു തെലുങ്ക് സിനിമ ഇപ്പോൾ മുതൽ ജിയോ സിനിമയിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി ഈ സിനിമയുടെ തെലുങ്ക് വേർഷനും മലയാള വേർഷനും ഒക്കെ അടുത്തടുത്ത ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതാണ്. ജിഫയിലായിരിക്കും ഈ ഒരു സിനിമയുടെ മറ്റു ഭാഷകൾ റിലീസ് ചെയ്യാനുള്ള അപ്ഡേറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമ മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ നോക്കാം. ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ളൂ. ഒരു ആനിമേഷൻ, ഫാന്റസി, കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ട്രോൾസ് ബാൻഡ് ടുഗദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ജിയോ സിനിമ, ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ്, ഹംഗാമ, ഐട്യൂൺസ് എന്നീ OTT പ്ലാറ്റ്ഫോമുകളിലായിട്ട് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു സിനിമ മാത്രമേ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം റിലീസ് ചെയ്യുന്നുള്ളൂ. അതായത് പിന്നെ മാർച്ച് മാസം 17-ാം തീയതി റിലീസ് ചെയ്യുന്നതായിട്ടുള്ളൂ. ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റുകൾ നോക്കാം. സിനിമകളുടെയും സീരീസുകളുടെയൊക്കെ അപ്ഡേറ്റുകൾ നോക്കാം. ഒന്നാമത്തെ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ തകർത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് പ്രേമലു എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ OTT റിലീസ് ചെയ്യുന്നതാണുള്ളത് പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാകും. തിയേറ്ററിൽ പോയിട്ട് 1, 2, 3, 4, 5 പ്രാവശ്യമൊക്കെ കണ്ടവരുണ്ട്. തിയേറ്ററിൽ 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഈ സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിനിമ മാർച്ച് മാസം 29-ാം തീയതി OTT റിലീസ് ചെയ്യുന്നുള്ളൊരു അപ്ഡേറ്റുകളൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതൊരു ഫേക്ക് ന്യൂസ് ആണ്. എന്തായാലും 29-ാം തീയതി ഈ ഒരു സിനിമ റിലീസ് ചെയ്യില്ല. പെരുന്നാൾ, വിഷു സ്പെഷ്യലായിട്ട് ഏപ്രിൽ മാസം 12-ാം തീയതി ആയിരിക്കും ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാനുള്ള എക്സ്പെക്റ്റഡ് ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു സിനിമ പിന്നെ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ 20-ാം തീയതി എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്യുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് എബ്രഹാം ഓസ്ലർ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ 20-ാം തീയതി റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന മലയാള സിനിമയാണ് പ്രേമലു എന്ന സിനിമ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു സീരീസാണ്, ഒരു തമിഴ് സീരീസാണ്. ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു തമിഴ് സീരീസാണ്. ഇൻസ്പെക്ടർ ഋഷി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മാർച്ച് മാസം 29-ാം തീയതി ഈ ഒരു സീരീസ്, തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഹിന്ദിയിൽ നിന്നും തിയേറ്ററിൽ റിലീസ് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയ സിദ്ധാർത്ഥ് ആനന്ദിന്റെ ഫൈറ്റർ എന്ന് പറഞ്ഞ സിനിമയാണ്. ഹൃതിക് റോഷനും ദീപിക പദുക്കോണും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു ആക്ഷൻ അഡ്വഞ്ചർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. മാർച്ച് മാസം 21-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി ഒരു ഹിന്ദി സിനിമ റിലീസ് ചെയ്യുന്നതാണ്. മറ്റു ഭാഷകൾ അവൈലബിൾ ആയിരിക്കുമെന്ന് അറിയില്ല. ഹിന്ദി ഭാഷയിൽ മാത്രമേ ഇപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. എന്തായാലും നമുക്ക് റിലീസ് ചെയ്യുന്ന സമയത്ത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു ഹിന്ദി മൂവിയാണ്. എ വതൻ മേരെ വതൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സാറാ അലി ഖാനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. 21-ാം തീയതി മാർച്ച് മാസം 21-ാം തീയതി ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. ഹിന്ദി ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം, മറ്റു ഭാഷയിൽ വരുമോ എന്നുള്ളത് കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്തേ അറിയാൻ കഴിയുള്ളൂ. അടുത്തത് ഒരു തമിഴ് ഡ്രാമ റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. മറക്കുമാ നെഞ്ചെന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു തമിഴ് സിനിമ മാർച്ച് മാസം 19-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, അപ്പം ഇത്രയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളായിട്ടുള്ളത്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അഞ്ചക്കള്ളക്കൊക്കാൻ സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. ഇനി അതിൻ്റെ റിവ്യൂ ചെയ്യാണ്ട് എന്തായാലും നാളെ ഉച്ചയോടുകൂടി അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെയാണ് സിനിമകൾക്ക് ഇപ്പോൾ ഇറങ്ങുന്ന മലയാള സിനിമകൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.